അപ്പോഴാണ് നമ്മളെ ബാലേട്ടൻ മൗലവിക്ക് എന്താന്ന് പറയാണ്ട്, ബാലേട്ടൻ മൗലവി പറഞ്ഞ ബാലുശ്ശേരി, അതായത് യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാണ് എന്ന് പറഞ്ഞ ആളായി ആള്. യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാണ്. അപ്പൊ ബാലുശ്ശേരി ബാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാല് അതൊരു കുഴപ്പമില്ല, രണ്ടും സമമാണ്. ഏതായാലും ഇരിക്കട്ടെ, ബാലേട്ടൻ മൗലവി തുടരട്ടെ. അതെ, എന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്നവരെ. അപ്പൊ നിൽക്കുന്നവർക്ക് ഇവന്റെ സംസാരം ബാധകല്ല. എന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്നവരെ എന്നാ പറയുന്നത്. അപ്പൊ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവന്റെ സംസാരം ബാധകല്ല എന്ന് ചുരുക്കം. ഏതായാലും പറയും. അതെ, ഓൻ കഴിഞ്ഞ ദിവസം വല്ലാതെ വേദനിച്ചു പോയോ അത്രേ. എന്താണ് ആ വേദനിച്ചത് എന്നുള്ളത് അതും നമുക്ക് കേൾക്കുക. ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മുജാഹിദുകാരൻ, അതായത് KNM കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആൾക്കാര്, ഈ ബാലുശ്ശേരി മുജാഹിദ് ഓനെ കാഫറെ മുശ്രിക്കെന്ന് വിളിച്ച ആൾക്കാരും മുജാഹിദ്, നമ്മളല്ല എന്ന് ചുരുക്കം, സുന്നികളല്ല ഒക്കെ മുജാഹിദുകൾ തന്നെ. ഏതായാലും ഇരിക്കട്ടെ, ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് എടാ മുശ്രിക്കേ, എടാ മുശ്രിക്ക് ബാലുശ്ശേരി, എടാ കാഫർ ബാലുശ്ശേരി എന്ന് വിളിച്ചു. എന്റെ മുഖത്ത് നോക്കിയിട്ടല്ല, എന്റെ മൂർത്താകിൽ കയറിയിട്ട് വിളിച്ചു. കാരണം എന്ത് ചെയ്യുന്നോ, ഇവിടുത്തെ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും മുശ്രിക്കും കാഫറും എന്ന് വിളിച്ചോനാച്ച്. പിന്നെ എന്റെ മുഖത്ത് നോക്കി വിളിച്ചതൊക്കെ ഒന്നായി, എന്റെ മൂർത്താവിൽ കയറി വിളിച്ചു. കാരണം ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും മുശ്രിക്കാണ്, കാഫിറാണ്. ഇവൻ പറഞ്ഞതാ, ഹജ്ജിന് പോകുന്ന 25 ലക്ഷത്തില് 5 ലക്ഷം മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, ബാക്കിയുള്ള 20 ലക്ഷവും മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞോനാച്ച്. പിന്നെ എന്റെ മൂർത്താവിൽ കയറി വിളിച്ചൂലേ. എന്റെ മുഖത്ത് നോക്കി വിളിച്ചത് അതുപോലെ ഒരു മാന്യത. മൂർത്താവിൽ കയറിയിട്ട് എന്റെ തലമ കയറിയിട്ട് വിളിച്ചണം. കാരണം ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും മുശ്രിക്കും കാഫിറാക്കിയ ആളാച്ച്. മനസ്സിലായോ? കുരുത്തക്കേട് പറഞ്ഞ മുറിയും പൊളിയൊന്നുമല്ല, ഇങ്ങനൊക്കെ തന്നെ കുരുത്തക്കേട്. ഇത് ഏതൊരു വിഷയത്തിലാണോ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ആരോപിച്ചത്, അതേ ആരോപണം എന്റെ മുഖത്ത് നോക്കിയിട്ട് അതും മുജാഹിദുകൾ വിളിച്ചു പറയുമ്പോ കുരുത്തക്കേടാണ് തന്നെ ഇത്. അതിനൊക്കെ പാഠം ഉൾക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു വാ. ബാക്കി എന്താ എനിക്ക് പറയാനുള്ളത്? അതെ, അപ്പോ ഈ സമസ്തയുടെ ആളുകളൊക്കെ മുശ്രിക്കാണ്, കാഫിറാന്ന് പറഞ്ഞ ആളാച്ച്. അപ്പൊ അതേ ആരോപണം അന്നെ മുജാഹിദാള് പറയൽ തുടങ്ങി. സമസ്തയെ പോലെ മുശ്രിക്കാണ് കാഫിർ, സമസ്തക്കാരൊക്കെ മുശ്രിക്കാണ് കാഫിർ ഇജ്ജാ പഠിപ്പിച്ചെടുത്തത്. അപ്പൊ പിന്നെ അന്നെ മുജാഹിദാളും അത് വിളിച്ചു. മനസ്സിലായില്ലേ? എന്നാല് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന സുന്നികളെ അവരൊരിക്കലും മുശ്രിക്കീങ്ങളുടെ വിശ്വാസമല്ല, കാഫിരീങ്ങളുടെ വിശ്വാസമല്ല. അതാണ് യഥാർത്ഥ വിശ്വാസം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആ സുന്നികളുടെ വിശ്വാസം, സമസ്തക്കാരുടെ വിശ്വാസം, അതാണ് യഥാർത്ഥ വിശ്വാസം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അവിടുന്ന് വിട്ടതാ അനക്കൊക്കെ പേച്ച കാര്യം ഞങ്ങായി. നീ ബാക്കി പറയും. KNM കെട്ടയച്ച ഇജ്ജൊക്കെ തന്നെ. ഇജ്ജല്ല KNM എന്താണ്, ദൈവം തന്ന സമ്മാനമാണ്. ISM KNM ഒക്കെ ഗിഫ്റ്റ് ഓഫ് ഗാഡ്, ദൈവം തന്ന സമ്മാനമാണ് എന്ന് പറഞ്ഞ് ഇജ്ജൊക്കെ തന്നെ കെട്ടയച്ചു വിട്ടത് ആണ്. സഹിച്ചാളാ. ഓക്കെ, ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറും ആക്കുമ്പോഴൊന്നും ഇല്ലാത്തൊരു ബേജാറേ. ബാക്കി പറയും. അപ്പൊ ഈ ഹജ്ജിന് പോകുന്ന 25 ലക്ഷത്തിൽ 20 ലക്ഷം മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് റബ്ബിനെ പേടിയില്ലേ നന്നായി? അപ്പൊ മേപ്പെട്ട് നോക്കിയിട്ടാണ് പറഞ്ഞതാ. ഇപ്പൊ ഓലപ്പാമ്പ് പാട്ടങ്ങൾ റബ്ബിനെ പേടിച്ചോളി. അപ്പൊ ഇജ്ജ് പറഞ്ഞപ്പോഴോ ആരെ പേടിച്ചിരുന്നത് പറയ്. അപ്പൊ എന്ത് എനിക്ക് റബ്ബിനെ സൂക്ഷിക്കാൻ പറ്റൂലേനോ? ഇവിടുത്തെ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും മുശ്രിക്കും കാഫിറാക്കിയപ്പോ എനിക്ക് റബ്ബിനെ പേടിയില്ല, റബ്ബിനെ സൂക്ഷിച്ചിട്ടുമില്ല. ഇപ്പൊ സ്വന്തം നെഞ്ചത്തേക്ക് വന്നപ്പോ ഇങ്ങനെ കിടന്ന് മോങ്ങുക. പറയും. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുപോകണം? നിങ്ങളെ നാഥന് ഇപ്പൊ ഏതാ? നിങ്ങളിപ്പോ പടച്ചോനാണ് എന്ന് പറയുന്ന, അള്ളാഹു ആണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഈ നാഥന് ഇപ്പൊ ഏതാ? അത് ഓരോ മോഡലാ. 1952 വേറൊരു മോഡല്, 2004 വേറൊരു മോഡല്. ഇതൊക്കെ മുജാഹിദ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സംഗതികളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കജ്ജും കാലും വെച്ചെടുത്ത ഊരിയും ചന്തിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു, അതായത് മുജാഹിദുകളുടെ ദൈവം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവില് മുജാഹിദിന് വിശ്വാസമല്ല. ഇവര് 1952 എന്താ എഴുതിയത്? അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്നോ ഭാഗമുണ്ട് എന്നോ പറയാനോ വിശ്വസിക്കാനോ പാടില്ല. അങ്ങനെ വിശ്വസിച്ചവൻ, അങ്ങനെ പറയുന്നവൻ കാഫിറാണ് എന്നാ എഴുതിയത്. മുബത്തദിയായ കാഫിറാണ്. അതേ മുജാഹിദ് 2004 എഴുതുന്നത് എന്താണ്? അള്ളാഹു തആലക്ക് അവയവങ്ങളുണ്ട്, ഭാഗമുണ്ട് എന്ന്.
മനസ്സിലാക്കണം. അപ്പൊ എന്തായി, അങ്ങനെ പറഞ്ഞാലും വിശ്വസിച്ചാലും കാഫറാന്ന് മുജാഹിദ് ഒരു തലക്ക് എഴുതിയ അൽമനാറില്, മറുതലക്ക് അൽമനാറില് അവയവമുണ്ട് ഭാഗമുണ്ട് എന്ന് എഴുതിയ, അപ്പൊ ഓലെന്നെ കാഫറായി, ഓല അൽമനാർ വെച്ചിട്ട്. അതേ മുജാഹിദ് എന്താണ് 2007 എഴുതിയാണ് എന്ത്, അള്ളാഹു താലാക്ക് 2 കജ്ജുണ്ട്, ആ രണ്ടുള്ളതും വലത് ഭാഗത്താണ്, ഇടത് ഭാഗത്ത് കജ്ജില്ല എന്ന് എഴുതിയാണ്. അപ്പൊ അവയവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും വിശ്വസിച്ചാലും എന്താണ് കാഫറാന്ന് പോലെ എഴുതി വെച്ചിങ്ങനെ. 2007 എഴുതിയത് എന്താണ്, 2 കജ്ജുണ്ട്, അത് രണ്ടുള്ളത് വലത് ഭാഗത്താണ്. അതേ മുജാഹിദ് അതേ അൽമനാറിൽ പിന്നെ എഴുതിയാണ് 2009 അള്ളാഹു താലാക്ക് ഇടതും കജ്ജുണ്ട്. നോക്കി നിങ്ങള്, ഒരിക്കൽ അള്ളാഹു താലാനെ വികലാംഗനാക്കുക, പിന്നീട് കജ്ജു വെച്ചു കൊടുക്കുക, എഡിറ്റ് ചെയ്യുക, ദൈവത്തെ തന്നെ എഡിറ്റ് ചെയ്യുക. അപ്പൊ ഇതൊരിക്കലും മുസ്ലിമീങ്ങളുടെ നാഥനല്ല, ഇത് വഹാബികളുടെ ദൈവമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുലേട്ട വഹാബികൾക്ക് വിശ്വാസമല്ല. അപ്പൊ ഏതൊരു നാഥനിലേക്ക് അജൊക്കെ പ്രബോധനം നടത്തിയത് അവിടെ പോയിട്ട് പറഞ്ഞൂടെ? ഓക്കെ, ഏതൊരു നാഥന്റെ വചന അപ്പൊ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചാണ് പ്രസംഗിച്ചത്? ഇത് ഖുർആനാ പറഞ്ഞത്? എങ്ങനെ ഖുർആനിലുണ്ടോ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണ് കാഫറാണ് എന്നുള്ളത്? ഇല്ലല്ലോ. ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കും കാഫറുമാക്കി ചിത്രീകരിച്ചപ്പോ അന്നെ മുജാഹിദാളെന്നെ മനസ്സിലാക്കണം നിങ്ങളെ, മുജാഹിദുകൾ തന്നെ അന്നെ വിളിച്ചത് എന്താണ്? കാഫറെ മുശ്രിക്കേൻ. മറ്റേ ചാത്തപ്പനെന്ത് മാഷറ എന്ന് പറഞ്ഞമാർക്ക് മുജാഹിദിനെന്ത് നാണം, മുജാഹിദിനെന്ത് പരലോകം. അപ്പൊ അതൊക്കെ സഹിച്ചാളാ ബാലേട്ട മൗലവി അല്ലെങ്കിൽ ബാലുശ്ശേരി മൗലവി, രണ്ടും കുഴപ്പമൊന്നുമില്ല. ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞ ആളാ അയാള്.